ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും പിന്നെ നമുക്ക് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കിഡ്ലൻ ഐറ്റമാണ്. രണ്ടേ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ മൈദ പറ്റാത്ത ആളാണെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സാധാരണ നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴക്കുന്നത് അതുപോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു 2 കപ്പ് മൈദക്ക് എനിക്ക് 10 എണ്ണാണ് കിട്ടിയിട്ടുള്ളത്. 10 ചപ്പാത്തിക്കുള്ള മാവുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാനിതാ ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഓരോന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഒരു ഭാഗം നന്നായിട്ടൊന്ന് ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഇതിപ്പോൾ ഇതിലേക്ക് ഈസ്റ്റ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഞാനിതാ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ഭാഗം നോക്കി എടുത്തതാണ്. ഒരു ചിക്കനിൽ നിന്നും എല്ലില്ലാത്ത ഭാഗം നോക്കി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 2 കളറുള്ള 2 ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു വലിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. എല്ലാം നമ്മൾ നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ക്യാപ്സിക്കം ഇത് കൂടുതൽ കളർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിലേക്ക് ആകെ ഇത് 2 മാത്രമേ നമ്മൾ ഫില്ലിങ്ങിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതാ സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ക്യൂബ്സ് ആണ്. അത് 1 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്ക് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ, ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു മസാല എല്ലായിടത്തും ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. കാരണം ഇത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇതിപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, ചിക്കനിലെ വെള്ളം. അപ്പോൾ നമ്മൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആ ഒരു വെള്ളമൊക്കെ വറ്റി വരും. ഇപ്പോൾ ഇത് ചിക്കനിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവൊക്കെ ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാപ്സിക്കും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പൊടികളോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ആ ഒരു മസാല ഈ ഒരു ഉള്ളിയിലും ക്യാപ്സിക്കത്തിലൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ആ ഒരു ചിക്കൻ ക്യൂബ്സിൽ തന്നെ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫില്ലിംഗ് ആണ്. ഇനിയിപ്പോൾ ഈ ഒരു ഫില്ലിങ് ചപ്പാത്തിയിലേക്ക് റോൾ ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. ഇല്ലെങ്കിൽ ഇതിലേക്കൊരു സോസ് തയ്യാറാക്കിയിട്ട് അതുപോലെയും അതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാൻ ഏതായാലും ഒരു സോസ് തയ്യാറാക്കുന്നുണ്ട്. ഇതിലേക്ക്
അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 മുട്ടയുടെ വെള്ള മാത്രം പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 വറ്റൻമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ തന്നെ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതൊരു ലൂസായിട്ടല്ലേ ഉള്ളത്, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഈ ചില്ലി ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പകുതി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് അടിച്ചതിന് ശേഷം ബാക്കിയും കൂടി ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാനിതാ പകുതി ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ബാക്കിയുള്ള പകുതിയും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് ഹൈ സ്പീഡിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് ഒരു ചപ്പാത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കെച്ചപ്പ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇത് പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം എന്നിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മയോണൈസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഡിന്നറിനായാലും സ്നാക്കായിട്ടും ഇത് കഴിക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ തയ്യാറാക്കാനും പറ്റും. എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഈ മയോണൈസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പുരട്ടി കൊടുത്താൽ മതി. അല്ലാതെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറയണം. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആണ്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.